ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ റേനോസയിൽ തന്നെയാണ് ഉള്ളത്, മെക്സിക്കോയിലെ റേനോസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ ഇന്നലെ ഹായ്, ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ ഫ്രണ്ട് അലഹാന്ദ്ര. ഞാൻ ഓൾറെഡി ഇന്നലെ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായപ്പോൾ പുള്ളിക്കാരി ഞാനും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. പുള്ളിക്കാരി മക്കൾ സ്കൂളിലേക്കാന്ന് തോന്നുന്നു ബാഗൊക്കെ ആയിട്ട് പോകുന്ന കണ്ടു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ മൊണ്ട്രേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിനുശേഷം ഇവിടുത്തെ വില്ലേജസൊക്കെ എനിക്ക് കൊണ്ടേ കാണിച്ചു തരാമെന്ന് അൽഹാന്ദ്ര പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വില്ലേജസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല എപ്പോൾ ഞാൻ എത്തും എന്നുള്ളത്. സിം എടുക്കാൻ നോക്കണം. ഞാൻ സിം എടുത്തിട്ടില്ല, അതെങ്ങനെയാണെന്നല്ല. പിന്നെ ഒരു പെർമിറ്റ് ഉണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു എപ്പിസോഡിൽ. ആ പെർമിറ്റ് നമുക്ക് 7 ദിവസം ഫ്രീ ആയിട്ട് നിൽക്കാം. അല്ലാതെ 7 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും 1 മന്തൊക്കെ നിൽക്കുന്നുണ്ടാവും. കാരണം ഇവിടെ കുറേ വലിയ രാജ്യമാണ്, കുറേ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുറച്ചൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മളത് പെർമിറ്റ് എടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് പോലീസൊക്കെ പിടിക്കുകയാണെങ്കിൽ $100-300 മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പെർമിറ്റ് എന്തായാലും എടുക്കണം. 7 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ മെക്സിക്കോയിലേക്ക് വരുവാണെങ്കിൽ ചിലർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റും, അത് നമ്മൾ ഫ്ലൈ ചെയ്ത് വരുവാണെങ്കിൽ. ഫ്ലൈറ്റിലാണ് വരുന്നതെങ്കിൽ. പക്ഷെ ഞാൻ ബൈ റോഡ് വന്നുകൊണ്ട് അത് അവിടെ ഒരു ഓഫീസ് ഉണ്ട്, ഓഫീസിൽ പോയിട്ടാണ് എടുക്കാൻ പറ്റുക. ഞാൻ എന്തായാലും എത്ര രൂപയാണ് വരുന്നത് അല്ലെങ്കിൽ എത്ര ഡോളറാന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. ഇതേ ഇവിടെ 2 ഡോഗ്സ് ഇവരെന്നെ ഒച്ചയും ബഹളമാണ്. കാറിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. എല്ലാവരും കൂടിയാണ് പോകുന്നത്. 2 ഡോഗ്സ്. ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണോ അത് എങ്ങോട്ട് പോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അത് ഇനി ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടെന്ന് ഓർത്തിട്ടാണോ എന്താണെന്നറിയില്ല. ഭയങ്കര കലിപ്പാണല്ലോ. പോയി നോക്കാം. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചോദിക്കണം ഇനി. നമുക്ക് കുറേയൊക്കെ ഊഹിച്ചിട്ട് പറയാനും അറിയാനൊക്കെ പറ്റും. അപ്പോൾ പുള്ളിക്കാരി മൈ മോം എന്ന് പറഞ്ഞ്, അപ്പോൾ കാസ എന്ന് പറഞ്ഞാൽ വീടാണ്. അപ്പം അങ്ങനെ വേർഡ്സ് വെച്ച് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരി അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് പിള്ളേരെ. സ്കൂളില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ബാഗൊക്കെ എടുത്തപ്പോൾ ഞാൻ വെച്ചു സ്കൂളിലേക്കായിരിക്കും. സ്കൂളിലേക്കല്ല. അപ്പോൾ ഇവിടെ വീട്ടിലൊറ്റയ്ക്കായതുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പോകാമെന്നാണ് പറയുന്നത്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് എന്തോ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച ഒരു സെപ്പറേറ്റ് ഒക്കെ ആയിട്ടുള്ളതാണ്. ഇതേ അയ്യോ ഞാൻ ഫുഡൊക്കെ ആയിട്ട് എല്ലാം ആയിട്ടാണ് വരുന്നത്. കൊച്ചിനൊക്കെ എടുത്ത് അടിപൊളി. എന്നെ കണ്ട ഇപ്പൊ കുരയ്ക്കും കേട്ടോ. എന്നോട് ഭയങ്കര ദേഷ്യ. ഹലോ, എന്തേ കുരയ്ക്കുന്നില്ലേ? ബാ ബാ. പേടിയാണോ? ഒറ്റയ്ക്കേണ്ടത് പേടിച്ചാ നീ? ഒറ്റയ്ക്കേണ്ടത് പേടിച്ചാ? എന്തുറ്റേ പേടിച്ചാ? ഇപ്പൊ നോക്ക്, ഇപ്പൊ പേടിയാട്ടോ. അയ്യോ, ഇത്ര നേരം ഭയങ്കര കുരച്ചോണ്ടിരുന്ന ആളാ. ഇപ്പൊ നോക്ക് അറിയാത്ത പോലെ ഇരിക്കുന്നു. പേടിക്കണ്ട കേട്ടോ. അടിപൊളി. നൗ പറഞ്ഞിട്ട് കാര്യമില്ല, സ്കേഡാന്നൊന്നും പറഞ്ഞാ മനസ്സിലാവൂല. കാണുമ്പോ മനസ്സിലാവൂലോ. പേടിച്ച് കൊള്ള. എന്തായാലും ഹലോ എന്നാണ് കേട്ടോ പറയുന്നത്. ഹോല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹായ്. Hola. Hola. ¿Cómo estás? Bien, gracias. ഇത് ഇവിടെ എല്ലാവരെയും കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹായ് ഹൗ ആർ യു എന്ന് ചോദിക്കുമല്ലോ, അതുപോലത്തെ സംഭവമാണ് കേട്ടോ. ഹൊല എന്ന് പറഞ്ഞാൽ ഹലോ, പിന്നെ കൊമ എസ്താസ് എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു, ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അല്ലെങ്കിൽ ഗുഡ്, ഓക്കെ അടിപൊളിയാണ് ആ സംഭവം. പിന്നെ ഗ്രാസിയസ്, അത് താങ്ക് യു. ഇത് ഞാൻ ബേസിക്കായിട്ട് എല്ലായിടത്തും പറയാൻ വേണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി വഴിയെ പഠിക്കണം. ഓക്കെ, ബൈ. അപ്പോൾ മോനെ മാത്രമാണ് കേട്ടോ അവിടെ ആക്കിയത്. പുള്ളിക്കാരിയുടെ മോള് നമ്മളെ കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ കൂടെ കാറിൽ കയറുന്നുണ്ട്. കാറിൽ കയറിയിട്ടുണ്ട്. മെക്സിക്കോയിൽ എല്ലാവരുടെയും ടെൽസെൽ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്മാണ് ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് 100 പെസോയാണ് ആയിട്ടുള്ളത്. 100 പെസോനെ 5 ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ എത്രത്തോളം നെറ്റും ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നെറ്റൊക്കെ കിട്ടുന്നുണ്ട്, തൽക്കാലം കിട്ടുന്നുണ്ട്. എന്തായാലും ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാനിനി എല്ലാ സ്ഥലത്തേക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ സ്പാനിഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മസ്റ്റാണ്.
ടെൽസെൽ എന്ന് പറഞ്ഞിട്ടുള്ള സിം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കാണ്. അതാണ് ഓൾ ഓവർ മെക്സിക്കോ നല്ലതെന്നാണ് പറഞ്ഞത്. ഞാൻ അത് എന്താണ് എങ്ങനെയാണ് ഇവിടെ നെറ്റ്വർക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാനത് ആ ടെൽസെലിൻ്റെ സിം എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാൻ ഡോളർ കൊടുത്തിട്ട് കുറച്ച് ക്യാഷ് ഞാൻ ഇവിടേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ പെസോസിലേക്ക് ആയിട്ട് പെസോസ് അവിടെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിം ആക്ച്വലി വീണ്ടും വാലിഡ് ആണ്. ഇനിയും കുറേ ദിവസം അതിൽ ബാലൻസ് നെറ്റ്വർക്കും ഉണ്ട് 30 GB. അപ്പോൾ ഞാനത് പുള്ളിക്കാരിക്ക് കൊടുക്കാം. പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഈ റീസെൻ്റ്ലി US-ൻ്റെ വിസ കിട്ടിയപ്പോൾ US-ലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രെഡ് ഉണ്ടല്ലോ, ഇത് പുള്ളിക്കാരി കുറേ മേടിച്ചു. ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. എന്തിനാന്ന് ഇങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തോ ഒരു ക്രിസ്മസ് ആയിട്ട് എന്തോ ഒരു സംഭവം, ക്രിസ്മസ് അല്ല എന്തോ അതിന് പറയാം, ഈസ്റ്ററൊക്കെ ആയിട്ട് ഉണ്ടാക്കാനുള്ള സാധനമാണ് എന്നാണ് പറഞ്ഞത്. ഇതെന്താ പനീർ പോലെ പനീല എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ കയ്യിൽ അത് കാണിച്ചിട്ട് കണ്ട ഇത്രയും മേടിച്ചിട്ടുണ്ട്. ഇത്രയും പുള്ളിക്കാരി മേടിച്ചേക്കുക. എന്തോ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടാ. ഇതിന് എന്താണ് മുട്ട പോലെ എന്തോ ഉണ്ട്. മുട്ട വെച്ചുണ്ടാക്കിയ എന്തോ ഒരു സാധനം. കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതും പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. എല്ലാ എണ്ണയിലൊക്കെ പൊരിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കഴിക്കുന്ന സമയത്ത് കുറേ സോസൊക്കെ ഉണ്ട്. സോസൊക്കെ ഭയങ്കര എരിവാ കേട്ടോ, നല്ല എരിവാ. എന്താന്ന് ഒരു ഐഡിയ കിട്ടില്ല. കഴിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടൂലേ. ആ ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല, മനസ്സിലാവണല്ല. നല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. 861 പെസോ കൊടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ പെർമിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡീറ്റെയിൽസ് മൊത്തം എഴുതി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പെർമിറ്റ് എടുക്കാൻ. അപ്പോൾ നമ്മൾ പെർമിറ്റ് എടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ശരിക്കും ഞാൻ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയോണ്ട് മാത്രം എനിക്കിത് അറിയുന്നത്. അല്ലെങ്കിൽ ഇത് മിസ്സായി പോകും. കാരണം നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിന് ഒരു എമിഗ്രേഷനും ഇല്ല. അമേരിക്ക എക്സിറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു തെളിവ്. അപ്പൊ ഇനി അടുത്ത വട്ടം അമേരിക്കയിൽ പോകുമ്പോൾ അവർ ചോദിക്കും എപ്പോഴാണ് എക്സിറ്റ് ചെയ്ത്. നമ്മൾ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എയർലൈനിൽ റെക്കോർഡ് ഉണ്ടാവും നമ്മൾ എപ്പോഴാണ് എക്സിറ്റ് ചെയ്തെന്ന്. അപ്പോഴേ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ബൈ റോഡ് പോയാൽ അതിന് തെളിവില്ല. ഇപ്പൊ ഞാനിനി ഇവിടെ വന്നിട്ട് ഇവിടെ പെർമിറ്റ് എടുത്തില്ലേ, പെർമിറ്റിന്റെ ഒരു സ്റ്റാമ്പ് 180 ദിവസം നിൽക്കാന്നുള്ളതിന്റെ ഒരു സ്റ്റാമ്പ് നമ്മളെ പാസ്പോർട്ടിൽ അടിച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കണം. അതായത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അമേരിക്ക പോകുമ്പോൾ ഞാൻ 6 മാസം ഇവിടെ നിന്നിട്ടില്ല, ഓവർസ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള തെളിവ് അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എമിഗ്രേഷനും എക്സിറ്റും ഇല്ല. ഇവിടെ എൻട്രി ചെയ്തതിനുള്ള തെളിവാണെങ്കിൽ പോലും ഇപ്പൊ ഇത് എനിക്ക് അറിയില്ലായിരുന്നേ. ഞാൻ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ പെർമിറ്റ് ആൾക്കാർ ചോദിച്ചിരുന്നെങ്കിൽ അതും എന്താ പറയാ ഉണ്ടാവില്ലായിരുന്നു. കുറെ പൈസ കൊടുക്കേണ്ടി വന്നേനെ. എന്തായാലും ഇപ്പൊ പെർമിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞു. അറൗണ്ട് ഒരു $45 കൂടുതലാണ് വരുന്നത്. $45 ആണ് വരുന്നത്. 861 പെസോസ് ആണ് കേട്ടോ വരുന്നത്. അതായത് ഇവിടത്തെ പെസോ ആയിട്ട്. അപ്പൊ അവൾക്ക് ഞാൻ ഡോളർ കൊടുത്തു. അപ്പൊ അവള് കാർഡ് പേയ്മെന്റ് ചെയ്തു. അപ്പൊ അതിനൊരു റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ റെസിപ്റ്റ് എടുത്തു വെക്കണം. ഞാൻ ഇവിടുന്ന് ഇനി ഫ്ലൈ ചെയ്തിട്ട് പോവാണെങ്കിലും അടുത്ത രാജ്യത്തേക്ക് പോവാണെങ്കിലും അത് ആവശ്യമുണ്ട്. ഇനിയിപ്പോ 6 മാസത്തെ കൂടുതൽ നിന്നിട്ട് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പോലും ആ പേപ്പർ വേണം. 6 മാസം ഒന്നും നിൽക്കൂല, മാക്സിമം ഒരു 1 മന്ത് ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. എന്നാലും അത് നമ്മൾ ആ ഒരു പേപ്പർ എപ്പോഴും നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. എന്തോരം ക്യൂ ആ നോക്കിയേ. എത്ര നേരമായെന്ന് അറിയോ നമ്മൾ വന്നോണ്ടിരിക്കുന്നത്. ഈ ക്യൂ തീരുന്നേയില്ല അമേരിക്കയ്ക്ക് പോകാൻ. അപ്പൊ ഇവളൊക്കെ അമേരിക്ക കയറണം എന്നുണ്ട്. അപ്പൊ അവള് കയറാൻ വേണ്ടിയിട്ട് അവൾ ഈ ക്യൂ കണ്ടിട്ട് കിളി പോയിട്ടിരിക്കുന്നു. ഇപ്പൊ കയറണോ വേണ്ടേന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ക്യൂ ഒക്കെ നിന്ന് എപ്പോഴാ അങ്ങോട്ട് എൻട്രി ചെയ്യണേ. ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ ഈസിയാണ്, അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പാവം വിഷമിച്ചോണ്ടിരിക്കും ഇത് കണ്ടിട്ട്. ഇതെന്താ തീരാത്തേന്നാ പറയുന്നത് കണ്ടോ. ഇത് പാലത്തിലൊക്കെ ഇങ്ങനെ നിക്കുക. എന്തോരം വണ്ടിയാ. ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത്ര അധികം വണ്ടികളാ. ഈ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് കാണുന്ന ആ ഇത് കണ്ടോ, അതൊക്കെ വീടാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഇവിടെ കുറേ പോവർട്ടി ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതായത് വീടുകളാണെങ്കിലും ആളുകളാണെങ്കിലും ഭയങ്കര പോവർട്ടിയൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീടുകളൊക്കെ. ചില വീടൊക്കെ കാണുമ്പോൾ എന്തോ പൊളിഞ്ഞു കിടക്കുന്ന എന്തോ ആണെന്ന് തോന്നുന്നത്. വീടാന്ന് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ അതെ അവിടെ പഴയ ഒരു ഗുഡ്സ് ട്രെയിനൊക്കെ കിടക്കുന്നുണ്ട്. അതിനോട് ചേർന്നാണ് ഈ വീടുകളൊക്കെ. ഈ സമയം ആയതുകൊണ്ട് തന്നെ നട്ടുച്ച വെയിലാണ്. വെയിലത്ത് പുറത്തൊന്നും ആൾക്കാരെ കാണുന്നൊന്നുമില്ല കേട്ടോ. ഇതുവഴി ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗുഡ്സിന്റെ ട്രെയിനാണ് പോകുന്നത്. അല്ലാത്ത ടൈപ്പ് പാസഞ്ചേഴ്സിന് പോകാൻ പറ്റിയ ട്രെയിൻ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കണ്ടില്ലേ അലഹാന്ദ്രെ ഞാനും കൂടെ
ഈ വഴി കൂടെ ഒക്കെ നടന്നു പോവാണ്. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഇതിനിടയിലാണ് ആളുകളുടെയൊക്കെ വീട്. ഈ ഒരു ഗുഡ്സ് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ഇതിങ്ങനെ ഓടിക്കുന്നൊന്നുമില്ല, അങ്ങനെയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അയ്യോ ഡോഗ് 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 കെട്ടിയിട്ടേക്കോ, അതുകൊണ്ട് കുഴപ്പമില്ല. സേഫ്റ്റിക്കാന്ന് തോന്നുന്നു. എല്ലാ വീട്ടിലും ഡോഗ് ഉണ്ട് കേട്ടോ. ഇതെന്തായാലും ഓടുന്ന ട്രെയിനല്ല, കണ്ടറിയാം. അല്ലെങ്കിൽ അത് ഇങ്ങനെ കിടക്കൂല, കുറേ നാളായിട്ട് കിടക്കുന്ന പോലെയാണ്. എന്തെങ്കിലും ഒന്ന് അപ്പം തന്നെ കണ്ടാൽ ചോദിക്കണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓണാക്കണം. പ്രാന്താവുന്നുണ്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എപ്പോഴും ഓണാക്കിയിട്ട് ഇതൊക്കെ ഓരോ ആളുകളുടെ വീടാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഭാഷ സംസാരിക്കാൻ, അതായത് ആൾ സംസാരിച്ചോളും. പിന്നെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. ദിസ് വേ ഇതേ കണ്ടോ, അങ്ങോട്ട് നമുക്ക് കുറേ നടന്ന് ഉള്ളിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇതുവഴി നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പോവാം. അവരുടെ വീടൊക്കെ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി നോക്കട്ടെ. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു മണമൊക്കെ ആട്ടോ. ഭയങ്കര സ്മെല്ലും സ്ക്രാപ്പും അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. നോക്കി ഇവിടെ ഉണ്ടോ, ഇവിടെ മൊത്തം സ്ക്രാപ്പാണ്. എല്ലാ പഴയ സാധനങ്ങളും ഇവരിങ്ങനെ പാട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെറുക്കി കൊടുന്നിട്ട് ഇവിടെ ഇട്ടേക്കാന്ന് തോന്നുന്നു. ഇവിടെ നല്ല തണലുണ്ട്, കുറേ മരമൊക്കെ ഉള്ളതുകൊണ്ട്. സാധനങ്ങൾ മൊത്തം അവരിട്ടിട്ട് അതൊക്കെ എടുത്ത് അവർ വിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് നോക്ക്, ഇങ്ങനെ ചെളിയും വെള്ളമായിട്ട് ഇങ്ങനെ താഴ്ന്ന് കിടക്കുവാണ്. അതിനിടയിൽ കള്ളിമുൾ ചെടിയാന്ന് തോന്നുന്നു ആ കാണുന്നത്. അതൊക്കെ അവിടെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പന്നിക്കുട്ടിയൊക്കെ ഇവിടെ ആരോ വിൽക്കുന്നതാണ്. അയ്യോ ഭയങ്കര സ്മെല്ലാട്ടോ. അത് ഇവിടെയൊക്കെ കണ്ടോ, നിലമൊക്കെ ആണെങ്കിലും ഭയങ്കര ചെളി മണ്ണും പൊടിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും ആരും വരാറില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര പേടിയാണ്. എന്നെ കൂടെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയും വേണമെങ്കിൽ തട്ടിക്കൊണ്ടുവന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അതാണ് ഏറ്റവും കൂടുതൽ കിഡ്നാപ്പിംഗ് ആണെന്നാണ് പറയുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ പേടിച്ചിട്ട് പോവാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. യു സ്കേർഡ്? പേടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരി ഇവിടെ ആയിട്ട് തന്നെ പുള്ളിക്കാരിക്ക് പേടിയാ. അപ്പോൾ പിന്നെ എന്താ പറയുക, എനിക്ക് പിന്നെ അങ്ങനെ പേടിയൊന്നും ഇല്ല. ഇതൊക്കെ എന്തായാലും ട്രാവലിൻ്റെ ഇടയിലെല്ലാം അഡ്വഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഫുള്ള് റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. കണ്ടോ, ഈ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ഈ പകൽ സമയത്തായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെയും ഇതുപോലെ എന്താ പറയുക, പിക്ക് പോക്കറ്റിംഗ് ഒക്കെ കൂടുതലാണ് ഈ ഏരിയയിൽ. അപ്പോൾ പിടിച്ചു പറിച്ചിട്ടൊക്കെ കൊടുന്ന് അത് വിറ്റിട്ടൊക്കെയാണ് അവർ പൈസ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുന്നതും അങ്ങനെ ജീവിക്കുന്നതൊക്കെ കേട്ടോ. ആഫ്രിക്കയുടെ ഒരു വേറെ വേർഷനാണ് മെക്സിക്കോ. പിന്നെ ഡ്രഗ്സിൻ്റെ ഒരു വേറെ ലെവൽ കേന്ദ്രം തന്നെയാണ്. കാർട്ടൽസൊക്കെ കുറേ ഉണ്ട് ഈ ഏരിയയിലൊക്കെ. അപ്പോൾ അവരുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഗണ്ണുണ്ടാവും. അതായത് ഇപ്പോൾ എന്തെങ്കിലും അവർക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നമ്മളങ്ങ് വെടിവെച്ച് കൊല്ലും. അല്ലാണ്ട് അവർക്ക് നമ്മൾ സംസാരിക്കാനുള്ള ഗ്യാപ്പ് പോലും തരില്ല. അങ്ങനെയാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞത്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്നാണ്. കാരണം പുള്ളിക്കാരിക്ക് പേടിയാണ്, ഇതുവഴിയൊന്നും ആരും പോവാറില്ല. പിന്നെ ഞാനിങ്ങനെ ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നാന്നൊക്കെ പറഞ്ഞു. കാരണം പുള്ളിക്കാരുടെ മോന് കാറിലിരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള സംഭവം കിഡ്നാപ്പിംഗ് ആണ്. എന്താ, കുട്ടികളെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അതായത് ഞാൻ ബോർഡിൽ നിന്ന സമയത്ത് തന്നെ അയ്യോ പൊടി എൻ്റെ അമ്മ കാറ്റും ഭയങ്കര പൊടി, ഇവിടെ മൊത്തം ഗ്രാവലായിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആ ബോർഡറിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടത് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് മിസ്സിങ് കേസിൻ്റെ ഫോട്ടോസാണ് അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ലുക്കൗട്ട് നോട്ടീസ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നത് കുട്ടികളുടെ ഫോട്ടോ ആണ്. മിസ്സിങ് കേസിൻ്റെ ഫോട്ടോസാണ് അവർ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അത് ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കുറേ ഫോട്ടോ? കാരണം പിള്ളേരുടെ മാത്രമേ നിരന്തരാന്ന് ഫോട്ടോ ഒട്ടിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ സേഫ്റ്റി ഇഷ്യൂസ് ഭയങ്കര കൂടുതലാണ്, എസ്പെഷ്യലി കുട്ടികൾക്കാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, ഇവിടെ ഇങ്ങനെ ചെളി എന്തൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ആയിട്ട് കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇതേ പന്നികൾ, വൃത്തികെട്ട സ്മെല്ല്, വേസ്റ്റ് എല്ലാം കൊണ്ട് കളയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതേ പന്നിയുടെ കൂട്ടം
അതും വേസ്റ്റും സ്മെല്ലും എൻ്റെ അമ്മോ. പുള്ളിക്കാരി എന്നെ എഴുതി കാണിച്ചതാണ് കേട്ടോ ഇത്. ഐ ആം സ്കെയർഡ് ബിക്കോസ് ഓഫ് ദ ക്രൈം ആൻഡ് ചൈൽഡ് സ്റ്റേഡ് ഇൻ ദ കാറിലുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം പോവാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാനിത് തിരിച്ച് പെട്ടെന്ന് പോകുന്നത്. ഞാനിത് അപ്പോൾ ഇവിടുന്ന് ഇനി മൊണ്ടേറയിലേക്ക് പോവാണ്. അപ്പൊ ഈ പുള്ളിക്കാരിയോടെല്ലാം അലഹാന്ദ്രയോടൊക്കെ ബൈ പറയണം. ഓക്കെ ബൈ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഗ്രേസിയസ് ഗ്രേസിയസ്. ഓക്കെ അപ്പൊ പുള്ളിക്കാരി ഇനി അമേരിക്കയ്ക്ക് പോവാന്ന് പറഞ്ഞു. ജസ്റ്റ് അങ്ങോട്ട് വിസ കിട്ടിയോണ്ട് ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇനി ലിഫ്റ്റ് അടിച്ചിട്ടാണ് പോകുന്നത്. ഹിച്ചൈക്ക് ചെയ്തിട്ട് ഞാൻ മൊന്തറേ എന്നാണ് കേട്ടോ പറയുന്നത്. മൊന്തറയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ഹൈവേയിലാണ് നിൽക്കുന്നത്. ലിഫ്റ്റ് കിട്ടുമോന്ന് എനിക്ക് അറിയില്ല, നോക്കി വെക്കാം. ലിഫ്റ്റ് അടിക്കാൻ പോകണം. ഓക്കെ ബൈ ബൈ, താങ്ക് യു. ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചപ്പോൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി നിർത്തിയതാണോ അതോ അവർ വേറെ എന്തിനേലും നിർത്തിയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓടിപ്പോയി ചോദിക്കട്ടെ. അയ്യാ എനിക്ക് വേണ്ടി നിർത്തിയതല്ല, അവര് വെറുതെ നിർത്തിയതാ. ഞാൻ വേറെ വണ്ടിയിൽ ലിഫ്റ്റ് അടിക്കുന്ന കണ്ടപ്പോൾ ആള് എൻ്റെ അടുത്ത് കേറിക്കോളാൻ പറഞ്ഞു കേട്ടോ. Thank you. Gracias. Thank you. അയ്യോ അങ്ങനെ എനിക്ക് ലിഫ്റ്റ് കിട്ടി. അങ്ങനെ മെക്സിക്കോയിലെ എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ ഇത്. പോകുന്ന വഴിയൊക്കെ മൊത്തം ഇങ്ങനെ തരിശു നിലാണ് കേട്ടോ കാണുന്നത്. ഫുള്ളിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ ദൂരെ വേസ്റ്റാണെന്നറിയോ, അതായത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ മൊത്തട്ടേക്കാണ് കണ്ടോ. എല്ലാവരും ഇങ്ങനെ പ്ലാസ്റ്റിക്കാണ് ഈ കാണാൻ പറ്റുന്നത്. നമ്മളെ ഇന്ത്യയിൽ ഇങ്ങനെ തരിശു നിലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടിയിൽ ആളോട് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് എന്നെ മൊണ്ടേറെ ഇതുണ്ടല്ലോ, അതായത് ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് റോഡ് പോകുന്ന മൊന്തറേക്കാണ്. അപ്പോൾ ആ റോഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾ അതുവരെ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് വണ്ടികൾ പോകുന്നതൊക്കെ മൊന്തറയിലേക്ക് ഡയറക്റ്റ് ആയിരിക്കും. ഇത് പല ഡൈവേഷന് വരുന്ന റോഡാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഓരോ കാഴ്ചകളും കണ്ട് പോകാൻ പറ്റും. ആ രാജ്യത്തിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പും വീടുകളും എല്ലാം കറക്റ്റ് കണ്ട് ഇവിടത്തെ ഒരു വീടുകൾക്ക് ഒരു സ്റ്റൈലുണ്ട് കേട്ടോ. ഒരു കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഗ്രീൻ കളറ്, വൈറ്റ് കളറ്, യെല്ലോ കളറ്, ബ്ലൂ കളറ്, അങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ്. പിന്നെ എല്ലാ വീട്ടിലും ഡോഗ്സ് ഉണ്ട്. അത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു. അതും എന്താ പറയുക, പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. യജമാനെ പോലെ ഇങ്ങനെ കിടക്കും. സേഫ്റ്റിക്ക് ഇഷ്യൂവിൻ്റെ ഇതിലാണെന്ന് തോന്നുന്നു അങ്ങനെ പുറത്ത് കിടക്കുന്നത്. ഈ വണ്ടി തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ